അസ്സലാമു അലൈക്കും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വീഡിയോ എടുത്തന്ന് ഞാനൊരു അസുഖം കഴിഞ്ഞ് റിക്കവറി സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയത്? എനിക്ക് മംസായിരുന്നു. മംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താടി വീക്കം, മുണ്ടി നീര് എന്നൊക്കെ ചിലയിടത്ത് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വന്നു, എവിടെ വന്നു എന്നൊന്നും അറിയില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇവിടെ വീക്കും വന്നു, നല്ല പെയിന്. നിസ്കരിക്കുമ്പോൾ സുജൂദിലോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിന് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ദിസ് ഇസ് മംസ്. അപ്പോൾ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെയായിരുന്നു, കാരണം ഇത് സ്പ്രെഡ് ആവുമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ മാറി ഒരു ദിവസം വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വർക്കൗട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് ദിവസമായി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട്, കാരണം തല അനക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് എണീച്ചത്. ആദ്യം തന്നെ ചുടുവെള്ളം എടുത്തിട്ട് പുറത്ത് വന്നിരുന്ന് വിശാലമായിട്ട് കുടിക്കുകയാണ്, കാരണം അസുഖം മാറിയല്ലോ. അങ്ങനെ 2-3 ദിവസമായിട്ട് ഖത്തർ നല്ല മഴയായിരുന്നു. ആ സമയത്താണ് എനിക്ക് വെയ്യാണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലൊക്കെ വന്നിങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സിറ്റ് ഔട്ടൊക്കെ മഴ പെയ്തിട്ട് ഫുള്ള് ചളിയായിട്ടാണ് കിടക്കുന്നത്, ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ നെയ്ബേഴ്സ് നാട്ടിൽ പോയതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ട് ഫുൾ നമ്മുടെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. മുകളിൽ കൂടെ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നുണ്ട്. ഖത്തറിൽ പിന്നെ ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചൺ വന്ന് നോക്കിയപ്പോൾ ദോശ. അപ്പം ഞാൻ വിചാരിച്ചു ചമ്മന്തി അരക്കാമെന്ന്. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു. ചമ്മന്തി അരച്ചിട്ട് ദോശയും ചമ്മന്തിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത പൂതി വന്നത്, എന്ത് ബിരിയാണി കഴിക്കണം. അപ്പോൾ നോക്കുമ്പോൾ പ്രോൺസ് ഉണ്ട് വീട്ടിൽ. അവർ ബിരിയാണി വെക്കാൻ ഒന്നും നോക്കിയില്ല. അസുഖം വരുമ്പോൾ നമുക്ക് എന്താ ഇഷ്ടമുള്ളത് അത് കഴിക്കട്ടെ. യെസ്, അപ്പോൾ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നെക്സ്റ്റ് കിച്ചണിൽ വന്നിട്ട്. അപ്പോൾ നോക്കുമ്പോൾ മല്ലിച്ചപ്പും ഇല്ല, ബിരിയാണി വെക്കാനുള്ള അരിയും കുറച്ച് കുറവാണ്. 2 ദിവസമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് സാധനങ്ങളില്ലയെന്ന് കണ്ടപ്പോൾ വേഗം ഒന്നും നോക്കാതെ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സാധനം മേടിക്കാൻ പോയി. അങ്ങനെ ഞാനും യജമാനും കൂടി നടന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ അൽമീറ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഞാൻ മുന്നേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ്ട് ആ കാണുന്ന ബിൽഡിങ്ങാണത്. അപ്പോൾ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. സാധനങ്ങൾ മേടിക്കാൻ ഈ ചെങ്ങായിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ കണ്ണിപ്പൊടിയിടാൻ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഇതെന്താ, തുമാമ സ്റ്റേഡിയാണ്, തൊപ്പി പോലെ ഇരിക്കും. അത് ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയുന്നത്, പക്ഷെ നമ്മുടെ വീടിൻ്റെ എത്ര അടുത്താണെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ പോയി വന്നതിന് ശേഷം പിന്നെ സിറ്റ് ഔട്ട് ഒന്ന് കഴുകാൻ വിചാരിച്ചു, കാരണം ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി സിറ്റ് ഔട്ടൊക്കെ തുടച്ച് മിനുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഞാൻ സാധനം മേടിച്ച് വരുമ്പോഴേക്കിനും ഉമ്മ ഉണ്ട് അവിടെ, മദറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ ചെമ്മീനൊക്കെ വൃത്തിയാക്കി ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്കതിൽ മസാല തേച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു കുട്ടി പുതിനച്ചെടി മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത് തന്നാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടി പുതിനച്ചെടി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴല്ലേ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ഗിഫ്റ്റ് ചെയ്ത് തന്നവളുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ കായ വരുന്നത് പൂ വരുന്നതൊക്കെ അവർ ഭയങ്കര കാര്യമായിട്ടാണ് നമ്മളോട് പറയുക. അപ്പോൾ അതെന്താണെന്നൊന്നും ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നല്ലേ ഇപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ അവർക്കും ഉണ്ടാവില്ല സന്തോഷം. കൃഷിയൊക്കെ ചെയ്യണവർക്ക് അപ്പോൾ എന്തുമാതിരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഹോ, അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ കാര്യമായിട്ട് ഓയിൽ കുറച്ചിട്ട് ഒന്നല്ല, ഓയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു, ഗീ ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയത്. കാരണം കുറേ കാലം അങ്ങനെ കഴിച്ചിട്ട്. അതിന് ശേഷം ദമ്മിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേഗം വന്ന് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പുറത്ത് പോവാണ്. ഇക്കാക്ക് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്ക് വിൻ്റർ ജാക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. നമ്മുടെ അടുത്ത് തന്നെയുള്ള മാക്സിലേക്കാണ് നമ്മൾ പോയത്. ഇതുവരെ വളരെ ശരിയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി.
അത് ഈ വ്ളോഗ് എടുത്തിട്ട് ഇങ്ങനെ ശീലമൊന്നുമില്ലല്ലോ, അതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നല്ല ബിരിയാണിയും തേങ്ങാ ചമ്മന്തിയും നാരങ്ങ അച്ചാറും അതേപോലെ തന്നെ റൈത്ത സാലഡും എടുത്തു. എന്നിട്ട് നല്ല വിശാലമായി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിന് സംതൃപ്തി. കാരണം നമ്മൾ കുറച്ച് കാലമായി ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാണല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഗ്രോസറി ഐറ്റംസും പിന്നെ 1-2 ഡ്രസ്സും കൂടി നോക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാളും വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ ദോഹ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. അതാകുമ്പോൾ ലുലു നമുക്ക് ഗ്രോസറി മേടിക്കുക, ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ R&Bയിൽ പോയി. ആദ്യം തന്നെ വിൻ്റർ കളക്ഷൻസാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം. കാരണം വിൻ്റർ ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂജ് ശേഖരണം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് 2 ട്രൈ ചെയ്തു. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പോകുമ്പോഴൊന്നും ഡ്രസ്സ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം XXL ഒക്കെ ഇടുമ്പോൾ എനിക്ക് പാകമാണെങ്കിൽ കൂടിയിട്ട് എനിക്കിതുപോലെ ഇങ്ങനെ ഷോർട്ട് ടോപ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് ലൂസിൽ കിടക്കണം, ടൈറ്റായിട്ടാവും കിടക്കുക. ഈ ഹിപ്പ് ഏരിയയിലൊക്കെ ഭയങ്കര ടൈറ്റാവും XXL ഒക്കെ. അപ്പോൾ എനിക്ക് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസേ ഇല്ല. ബട്ട് ഇപ്പോൾ ഓ മൈ ഗോഡ്, അത് തടിയുള്ള ഒരു പ്ലസ് സൈസ് ഗേൾസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് XXL ലൂസായി തുടങ്ങി. അതായത് എനിക്ക് XL സൈസ് മതി ഇപ്പോൾ. മാഷാഅല്ലാഹ്, എന്താ പറയുക, വെയിറ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രീതിക്ക് ഇഞ്ചസ് ലോസ് വന്നിട്ടുണ്ട് എക്സസൈസൊക്കെ ചെയ്യണോണ്ട്. അതിന് ശേഷം ഞങ്ങൾ ലുലു പോയാൽ പിന്നെ ഫസ്റ്റ് ചെയ്യുക മീൻ ഓർഡർ കൊടുക്കും. അതാകുമ്പോൾ നമുക്ക് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ മീൻ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാൻ പോയി. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ മീനൊന്നുമില്ല, ഇവിടെ വേറെ തരം മീനുകളാവും. മത്തി അയിലൊക്കെ ഇവിടെ കിട്ടും, പക്ഷേ നമുക്ക് നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല, വേറൊരു ഇതാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടേസ്റ്റിൽ കഴിക്കുന്ന മീനുകളൊക്കെയാണ് മേടിക്കുക. ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ ചെറിയ ചെമ്മീനുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെ. അത് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ കാണലില്ല. അപ്പോൾ ഞാനത് കുറച്ചെടുത്തു, കറി വെക്കാൻ മാത്രം. ചെറിയ മീൻ കൊണ്ട് കറി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് നമുക്ക് പിന്നെ അവർ ക്ലീൻ ചെയ്യൊന്നുമില്ല, അത് അപ്പം തന്നെ തരും. പിന്നെ വേറെ 2 മീൻ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ സാധനങ്ങൾ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി, ഇതിൻ്റെയൊക്കെ പൊടികളുണ്ടാവും. നമ്മൾ സാധാരണ വീട്ടിൽ മാവ് അരച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കുക. ഇതിനൊക്കെ പൊടിയുണ്ടോ? വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തോന്നണു. അതിന് ശേഷം പിന്നെ നമ്മൾ മീൻ വന്ന് മേടിച്ചു കേട്ടോ. അതിന് നമ്മൾ ആദ്യം മീൻ ഓർഡർ കൊടുക്കണേ, നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കൽ കഴിയുമ്പോഴേക്കും അവർ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ വന്നിട്ട് കളക്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലാക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വണ്ടി 100-120 ഉള്ളിലാണ് ഓടിക്കണത്. ഇവിടെ നമുക്ക് അലൗഡ് ആണ് കേട്ടോ ചില സ്പേസിൽ അങ്ങനെ ഓടിക്കുക എന്നുള്ളത്. പക്ഷേ നാട്ടിലൊക്കെ നമ്മൾ 100 പോവുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചൊക്കെ പഠിച്ചിട്ടല്ലേ ഇരിക്കണ്ടാവുക. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.